So in last class we had discussed about different methods of identification of bacteria. അതിൽ തന്നെ മൈക്രോസ്കോപ്പിക് മോർഫോളജിക്കൽ മെത്തേഡ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റെയിനിങ് മെത്തേഡ്സുകൾ എങ്ങനെയാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്സ് എന്താണ്, സ്റ്റെയിൻ എങ്ങനെ ചെയ്യാമെന്ന്, സ്റ്റെയിൻ ചെയ്യാതെ എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോസ്കോപ്പിക് മെത്തേഡിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ മൈക്രോസ്കോപ്പിക് മോർഫോളജി എന്താണ്, അതിന്റെ ഷേപ്പ് എന്താണ്, അതിന്റെ കളർ എന്താണ്, സ്റ്റെയിനിങ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് മോർഫോളജിക്കൽ മെത്തേഡ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയയിൽ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത ഒരു ടോപ്പിക്കാണ്, അടുത്തൊരു മെത്തേഡ്സ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ആണ് മാക്രോസ്കോപ്പിക് മോർഫോളജി അല്ലെങ്കിൽ കോളനി അപ്പിയറൻസ് എന്ന് പറയുന്നത്. പേര് പറയുന്ന പോലെ തന്നെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ് മാക്രോസ്കോപ്പിക് മോർഫോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാതെ നമുക്ക് അതിന്റെ ഒബ്സർവേഷൻസുകൾ കാണാൻ പറ്റും. എങ്ങനെയാണ് അപ്പോൾ ഒബ്സർവേഷൻസുകൾ കാണാൻ പറ്റുക? നമ്മൾ കൾച്ചർ ചെയ്യണം. കൾച്ചർ ചെയ്തതിന് ശേഷം ഇൻക്യുബേറ്റ് ചെയ്യണം. ഡിഫറെന്റ് ആയിട്ടുള്ള കൾച്ചർ മെത്തേഡ്സുകളൊക്കെ നമ്മൾ യൂണിറ്റ് 1 ഡിസ്കസ് ചെയ്തു. അങ്ങനെ കൾച്ചർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കോളനീസ് ആർ നത്തിങ് ബട്ട് ദ പോപ്പുലേഷൻ അറൈസിങ് ഫ്രം എ സിംഗിൾ സെൽ ഓഫ് ബാക്ടീരിയ. ഒരു സിംഗിൾ സെല്ലിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെയാണ് കോളനി എന്ന് നമ്മൾ പറയാം. അപ്പൊ ആ കോളനിയുടെ അപ്പിയറൻസ് നോക്കിയിട്ട്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ഗ്രോത്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് ഗ്രോത്ത് നോക്കിയിട്ടൊക്കെ നമുക്ക് മാക്രോസ്കോപ്പിക്കലി നമുക്കൊരു മൈക്രോ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഈ കോളനി അപ്പിയറൻസ് തന്നെ, ആ കോളനി ഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ എന്താണ്, അതിന്റെ സൈസ് എത്രത്തോളം വരുന്നുണ്ട്, മില്ലിമീറ്റേഴ്സിൽ എത്രത്തോളം സൈസ് വരുന്നുണ്ട് എന്നുള്ളത്, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഒപ്പാക്ക് ആണോ, ട്രാൻസ്ലുവന്റ് ആണോ, ട്രാൻസ്പാരന്റ് ആണോ. ഒപ്പാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് കാണാൻ പറ്റാത്ത സാധനങ്ങൾ, ട്രാൻസ്ലുവന്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പക്ഷെ എങ്കിലും എന്തോ ഒരു അപ്പുറത്തൊരു സാധനം ഉണ്ട് എന്നുള്ളത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള. ട്രാൻസ്പാരന്റ് എന്ന് പറഞ്ഞാൽ ഓർഗാനിസത്തിൽ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമുക്കത് അപ്പുറത്തെ സൈഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഇനി അതിന്റെ സർഫസ് നോക്കിയിട്ട് എങ്ങനെയാണ്, അതിന്റെ കർവാണോ, കർവി ആണോ, എഡ്ജ് എങ്ങനെയാണ് വരുന്നത്, സ്മൂത്ത് ആയിട്ടുള്ളതാണോ, ലോബേറ്റ് ആണോ, റഫ് ആണോ, ഗ്രാനുലാർ ആണോ എന്നുള്ളത് നോക്കിയതിനു ശേഷം നമുക്ക് മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് കൺസിസ്റ്റൻസി, മെംബ്രെയിനസ് ആണോ, ഫ്രയബിൾ ആണോ, വിസിഡ് ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് മാക്രോസ്കോപ്പിക്കലി ഒരു ഓർഗാനിസത്തിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ മാക്രോസ്കോപ്പിക് മോർഫോളജിയിൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. കളർ, സൈസ് ഇൻ മില്ലിമീറ്റർ, സ്ട്രക്ചർ, ഒപ്പാക്ക് ആൻഡ് കൺസിസ്റ്റൻസി. ഇങ്ങനെയായിരിക്കും സാധാരണഗതിയിൽ. ഇപ്പൊ ഇന്നിപ്പോ ഒരു ഫസ്റ്റ് ബാച്ച് നമ്മൾ ഇവാലുവേഷൻ ഓഫ് ബയോ ബേർഡനെ നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ സർഫസിൽ നോക്കുന്ന സമയത്ത് ഇത്ര വലിയ കോളനീസ് കിട്ടിയിട്ടില്ലെങ്കിലും ഇതുപോലെയുള്ള കോളനീസുകളൊക്കെ നിങ്ങൾ വെച്ച സ്ഥലത്തിനനുസരിച്ച് എവിടെയാണോ മൈക്രോബിയൽ കണ്ടാമിനേഷൻ കൂടുതലുള്ളത് അവിടെ അതുപോലെയുള്ള കോളനീസുകൾ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇന്നലെ നിങ്ങൾ കൾച്ചർ മീഡിയ പ്രിപ്പയർ ചെയ്ത സമയത്ത് ക്ലിയർ ആയിട്ടുള്ള ഒരു സോളിഡ് മീഡിയ ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത്. അതിന്റെ മുകളിൽ ഇതുപോലെ കളറിൽ യെല്ലോ കളറോ, ഗ്രീൻ കളറോ, വൈറ്റ് കളറോ ഒക്കെ ആയിട്ടുള്ള ചില ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെയുള്ള ടൈപ്പാണ്, അതിന്റെ മാക്രോസ്കോപ്പ് കോളനി അപ്പിയറൻസ് എന്നുള്ളത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ തന്നെ പല രീതിയിൽ അത് എന്ത് ഫോമിലാണ്, സർക്കുലർ ആണോ, ഫിലമെന്റസ് ആണോ, ഇറഗുലർ ആണോ, റൈസോയിഡ് ആണോ, സ്പിൻഡിൽ ആണോ. നമ്മൾ ഒരു ഒബ്സർവേഷൻ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് എന്ത് രീതിയിലുള്ള കോളനി ഫോം ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അത് ഫ്ലാറ്റ് ഷേപ്പ്ഡ്, റൈസ്ഡ്, കോൺവെക്സ്, ഓരോന്നോരോ രീതിയിലാണ്. ഒരു കോളനി നമ്മൾ എടുത്ത് നോക്കുമ്പോൾ സർഫസിൽ എങ്ങനെയാണ് അത് സ്പ്രെഡ് ആയിട്ട് നിൽക്കുന്നത്, അത് സർഫസിലാണ്, അത് ഹൊറിസോണ്ടൽ ആയിട്ടാണ് അതിന്റെ ഗ്രോത്ത് വന്നിട്ടുള്ളത്. എലവേഷൻ എന്ന് പറയുന്ന സമയത്ത് സർഫസിന്റെ മുകളിലോട്ട് ഏത് രീതിയിലാണ് ആ ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത്, ഫ്ലാറ്റ് രീതിയിലാണോ, അല്ലെങ്കിൽ അത് റൈസ്ഡ് ആണോ, കോൺവെക്സ് ആണോ, പൾവിനേറ്റ് ആണോ, ഇങ്ങനെയുള്ള രീതിയിലാണോ എന്നുള്ളത്. അതിന്റെ മാർജിൻ നോക്കിയിട്ട് സർക്കുലർ ആയിട്ട്, എൻഡർ ഈവൻ ആയിട്ട്, അൻഡുലേറ്റ്, ഫിലമെന്റസ് ആയിട്ട്, ലോബേറ്റ് ആയിട്ട്, ഇങ്ങനെയുള്ള ഏത് രീതിയിലാണ് അതിന്റെ ഗ്രോത്ത് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. മൈക്രോസ്കോപ്പിക്കലി സ്റ്റഡി നടത്തുന്ന സമയത്ത് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഡിഫറെന്റ് രീതിയിലുള്ള കോളനി അപ്പിയറൻസുകൾ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, തേർഡ് മെത്തേഡ് ഓഫ് ഐഡന്റിഫിക്കേഷൻ ഇസ് ഫിസിയോളജിക്കൽ ഓർ ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ഓർഗാനിസത്തിന്റെ ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയിട്ട് നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, റെസിസ്റ്റൻസ്. ഒരു ഓർഗാനിസം എന്തിനോടൊക്കെ റെസിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യാം. ഹീറ്റിനോട് റെസിസ്റ്റന്റ് ഉള്ള മൈക്രോ ഓർഗാനിസം. അപ്പൊ ഇന്ന സ്പീഷീസിലുള്ള ഓർഗാനിസംസുകളൊക്കെ ഹീറ്റിനോട് റെസിസ്റ്റന്റ് ആണ്. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്നൊക്കെ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസുകളാണ്. അപ്പൊ അതൊക്കെ ഹയർ ഡിഗ്രി സെൽഷ്യസ് വരെ, അതായത് 140 ഡിഗ്രി സെൽഷ്യസ്, 121 ഡിഗ്രി സെൽഷ്യസ് വരെ അതിനോട് റെസിസ്റ്റന്റ് ആണ്. ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാലും കില്ല് ചെയ്യാൻ പറ്റാത്തതാണ്.
ദെൻ ഡിസിൻഫെക്ടന്റിനോട് റെസിസ്റ്റൻസ് ഉള്ളതാണോ, ആന്റിബയോട്ടിക്കിനോട് റെസിസ്റ്റന്റ് ഉള്ളതാണോ, അല്ലെങ്കിൽ കീമോതെറാപ്യൂട്ടിക് ഏജൻസിനോട് റെസിസ്റ്റൻസ് ഉള്ളതാണോ, അല്ലെങ്കിൽ ബാക്ടീരിയോസിനോട് റെസിസ്റ്റന്റ് ഉള്ള ഏജൻസുകളാണോ എന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. അതല്ലെങ്കിൽ മെറ്റബോളിസം നോക്കിയിട്ട് റിക്വയർമെന്റ് ഓഫ് ഓക്സിജൻ ആവശ്യമായിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണോ. അപ്പോൾ ഓക്സിജൻ ഇല്ലാത്ത കണ്ടീഷനിൽ നമ്മൾ അത് ഗ്രോ ചെയ്യിക്കുന്ന സമയത്ത് അത് ഗ്രോ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അതിന്റെ ഓക്സിജൻ റിക്വയർ ആയിട്ടുള്ള ഒരു ഓർഗാനിസം ആണെന്നുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ്, കപ്പാസിറ്റി ഓഫ് പിഗമെന്റ്സ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഹീമോലൈസിസ്, ഓരോ അതിന്റെ മെറ്റബോളിസം എങ്ങനെ നടക്കുന്നത് എന്നുള്ളത് മെഷർ ചെയ്തിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യുക, അതിനെ ക്യാരക്ടറൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫിസിയോളജിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് ഫിസിയോളജിക്കൽ ഓർ ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ മെത്തേഡാണ് ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്, IMVIC എന്ന് പറഞ്ഞ് നമ്മളെ സിലബസിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പൊ ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് നമ്മളെ ബോഡിയിലൊക്കെ കുറെ അധികം ബയോകെമിക്കൽ റിയാക്ഷൻസുകൾ നടക്കാറുണ്ട്. ചില എൻസൈംസുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ എൻസൈംസുകൾ ഇന്ന ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മൈക്രോ ഓർഗാനിസത്തിനും ഡിഫറെന്റ് ആയിട്ടുള്ള ബയോകെമിക്കൽ പാത്വേസ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ബയോകെമിക്കൽ പാത്വേസ് നടക്കുന്ന മൈക്രോ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഡിഫറെന്റ് ആയിട്ടുള്ള 16 മെത്തേഡ്സുകളാണ് ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഷുഗർ ഫെർമെന്റേഷൻ, ലിറ്റ്മസ് മിൽക്ക്, ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നമുക്ക് ഹെഡിങ് എഴുതിയിട്ട് എഴുതാം. ലിറ്റ്മസ് മിൽക്ക് റിയാക്ഷൻ, ഇൻഡോൾ പ്രൊഡക്ഷൻ ടെസ്റ്റ്, മീഥൈൽ റെഡ് ടെസ്റ്റ്, ബോഗസ് പ്രോസ്പെസ് ടെസ്റ്റ്, സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ്, നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ്, അമോണിയ പ്രൊഡക്ഷൻ ടെസ്റ്റ്, UA ടെസ്റ്റ്, hydrogen sulfate production test, methylene blue reduction test, catalyzed production test, oxidation reactions, then egg yolk reaction, growth in presence of potassium cyanide, then triple sugar ion test. ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ ഇതിൽ IMVIC എന്ന് പറയുന്നത് ഇൻഡോൾ പ്രൊഡക്ഷൻ ടെസ്റ്റ്, മെത്തിലിൻ റെഡ് ടെസ്റ്റ്, then വോഗസ് പ്രോസ്കസ് ടെസ്റ്റ്, അതുപോലെ സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ്. ഈ 4 ടെസ്റ്റ് കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റിനാണ് IMVIC ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ്. അപ്പൊ ഈ ഒരു ടോപ്പിക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഇതിൽ നമുക്ക് 3 കാര്യങ്ങളാണ് എഴുതേണ്ടത്. ഒരു ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത്, ആ ടെസ്റ്റിൽ യൂസ് ചെയ്യുന്ന റിയേജൻസുകൾ എന്തൊക്കെയാണ്, അതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, പോസിറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്, നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്, എക്സാമ്പിൾസുകൾ എന്തൊക്കെയായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് എല്ലാ ടെസ്റ്റിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, സോ ഷുഗർ ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മൈക്രോ ഓർഗാനിസത്തിന്റെ ഒരു കപ്പാസിറ്റിയാണ് ഫെർമെന്റേഷൻ പ്രോസസ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഫെർമെന്റേഷൻ, ഷുഗറിനെ ഫെർമെന്റ് ചെയ്യാനുള്ള ബാക്ടീരിയ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ടെസ്റ്റുകളാണ് ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. Okay, to determine the product of sugar fermentations like acid, alkali product are produced by the microorganism. Here we will use a carbohydrate fermentation broth which is prepared at pH of 7.4, which containing essentially 3 ingredients, that is 0.5 to 1% carbohydrate to be tested. ഏത് ഷുഗർ ആണ് ഫെർമെന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫെർമെന്റ് ചെയ്യുമെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, ആ ഷുഗറുകൾ എടുക്കുക, ലാക്ടോസോ ഗ്ലൂക്കോസോ. ന്യൂട്രിയന്റ് ഗ്രോത്ത്, ലിക്വിഡ് ആയിട്ടുള്ള ഒരു കൾച്ചർ മീഡിയ, ഓർഗാനിസത്തിന്റെ ഒപ്റ്റിമം ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയന്റ് ഗ്രോത്ത് എടുക്കുക. ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ദ ചേഞ്ച് ഇൻ pH, നമ്മൾ ഫെർമെന്റേഷൻ പ്രൊഡക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ആൽക്കലിയോ അല്ലെങ്കിൽ ആസിഡോ ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു pH ഇൻഡിക്കേറ്ററും കൂടി യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ദ ഫിനോൾ റെഡ്. സോ ഫെർമെന്റേഷൻ വിൽ കോസ് എ ഡെവലപ്മെന്റ് ഓഫ് യെല്ലോ കളർ. അപ്പൊ അതിനനുസരിച്ച് എന്താണ്, അതല്ല ഞാൻ അതിൽ ഗ്യാസ് ആണ് ഉണ്ടാവുന്നതെന്നുണ്ടെങ്കിൽ അത് ഡുറാൻസ് ട്യൂബിൽ അതിന്റെ ഗ്യാസ് കളക്ട് ചെയ്യുന്നത് നോക്കിയിട്ട് നമുക്ക് ഫെർമെന്റേഷൻ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, അങ്ങനെ നടക്കാൻ കപ്പാസിറ്റി ഉള്ള മൈക്രോ ഓർഗാനിസം ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. യൂഷ്വലി ദിസ് ഈസ് പെർഫോംഡ് ടു സെപ്പറേറ്റ് ദ എൻഡറിക്സ്. എൻഡറിക്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോ യൂഷ്വലി ഇതിന്റെ കളർ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു റിയജന്റിന്റെ കളർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റെഡ് കളറാണ്. ന്യൂട്രിയന്റ് ബ്രോത്തിൽ 0.5 to 1% കാർബോഹൈഡ്രേറ്റ്, ന്യൂട്രിയന്റ് ഗ്രോത്ത്, ഫിനോൾ റെഡ് ഇൻഡിക്കേറ്റർ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ എന്ന് പറയുന്നത് ലൈറ്റ് റെഡ് കളറാണ്. അപ്പൊ അതിൽ ഫെർമെന്റേഷൻ പ്രൊഡ്യൂസിങ് മൈക്രോ ഓർഗാനിസം ഉണ്ടെങ്കിൽ, അതിൽ ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ യെല്ലോ ആവും. പോസിറ്റീവ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കളർ യെല്ലോ ആയിരിക്കും. യെല്ലോ കളർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ദാറ്റ് ഈസ് എ ഷുഗർ ഫെർമെന്റിങ് ബാക്ടീരിയ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
Now, if there is any gas bubbles in the test tube along with the yellow color, we can identify this is a sugar fermentation bacteria, fermenting bacteria which have a gas capacity to produce gas. എന്നുള്ളതും കൂടി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ഷുഗർ ഫെർമെന്റേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ റിയേജന്റ് പറഞ്ഞു, ഫിനോൾ റെഡ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ് ടു ബി ടെസ്റ്റഡ്, ന്യൂട്രിയന്റ് ഗ്രോത്ത്, കളറ് റെഡ് കളർ ആയിരിക്കും, നെഗറ്റീവിന് ഉണ്ടാവുക. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ഇനി എപ്പോഴും ശ്രദ്ധിക്കാം, പോസിറ്റീവിന് നെഗറ്റീവ് ആയിട്ട് മീനിങ് വരുന്ന ഒരേ ഒരു ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡാണ്. പോസിറ്റീവിന് നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു മീനിങ് വരുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ ഫീൽഡാണ്. ഇപ്പൊ HIV പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ സന്തോഷിക്കല്ല വേണ്ടതെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. അതുകൊണ്ടാണ് എന്ത് ഓർഗാനിസം പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓർഗാനിസത്തിന് ഇൻഫെക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇതിൽ മനസ്സിലാക്കാം. സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് പോസിറ്റീവ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ, സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിൽ കണ്ടാമിനേഷൻ ഉണ്ട് എന്നുള്ളതാണ് പോസിറ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സംബന്ധിച്ചോളം ബാക്ടീരിയനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പോസിറ്റീവ് എന്നുള്ളത് അതിന്റെ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ലിറ്റ്മസ് മിൽക്ക് റിയാക്ഷൻ. ലിറ്റ്മസ് മിൽക്ക് റിയാക്ഷൻ അഗെയിൻ ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു കപ്പാസിറ്റിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ്. ബാക്ടീരിയ which will produce acid or alkali to be identified can be identified by this test, litmus milk reaction. If acid or alkali is produced, the litmus milk undergo clotting or peptonization or saponification. Usually this litmus test is used to identification of Clostridium species, and the components in litmus milk include a milk sugar, that is lactose, then a milk protein, that is casein, then a pH indicator according to the ഏതാണ് pH litmus ആയിട്ട് നമുക്ക് pH ചേഞ്ച് മെഷർ ചെയ്യാനുള്ള ഏത് ഇൻഡിക്കേറ്ററും നമുക്ക് യൂസ് ചെയ്യാം. Then we will grow in this media. നമുക്ക് ഏത് സസ്പെൻഷൻ മൈക്രോ ഓർഗാനിസത്തിനെയാണോ ലിറ്റ്മസ് ടെസ്റ്റ് നടത്തേണ്ടത് അതിൽ നമ്മൾ ഈ ഒരു മീഡിയത്തിൽ, ലിറ്റ്മസ് മിൽക്ക് മീഡിയത്തിൽ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു 5 to 7 days നമ്മൾ ഇൻക്യുബേറ്റ് ചെയ്യാം. ഇൻക്യുബേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പർപ്പിൾ കളർ ആണ് ഫോം ചെയ്യുന്നത്, വിച്ച് ഇൻഡിക്കേറ്റ് ദാറ്റ് മൈക്രോ ഓർഗാനിസം ഈസ് പ്രൊഡ്യൂസിങ് an alkali, or it is producing a pink color, it indicates they are producing an acid. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് റിസൾട്ട് ആണുള്ളത്. ആൽക്കലി പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കളർ പർപ്പിൾ കളറാണ് കിട്ടുക. അതല്ല ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കളർ പിങ്ക് കളറായിട്ടാണ് നമുക്ക് അതിന് കിട്ടുക. ഓക്കെ, അപ്പൊ എന്തിനാണെന്ന് ആദ്യം മനസ്സിലാക്കുക. ടു ഐഡന്റിഫൈ ദ മൈക്രോ ഓർഗാനിസം വിച്ച് ഹാവ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ആസിഡ് ഓർ ആൽക്കലി, and which is done in litmus milk components, that is lactose, casein and an indicator. And after 5 to 7 days ആണ് ഇതിന്റെ ഇൻക്യുബേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കളർ നോക്കുകയാണ് ചെയ്യുക. അപ്പൊ എന്താണ് അതിന്റെ ഒബ്സർവേഷൻ ഉള്ളത് എന്നുള്ളതിനനുസരിച്ച് നമുക്ക് അതിന് കിട്ടും. ബേസ് പർപ്പിൾ കളർ ആണെന്നുണ്ടെങ്കിൽ അത് ബേസിക് കോമ്പൗണ്ട് ആണ്. അതല്ല പിങ്ക് കളർ ആണ് എന്നുണ്ടെങ്കിൽ ആ ടെസ്റ്റ് ടൂബിൽ നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് അസിഡിക് കളർ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ലിറ്റ്മസ് മിൽക്ക് റിയാക്ഷൻ. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡോൾ പ്രൊഡക്ഷൻ ടെസ്റ്റ്. അപ്പോ ഈ പ്രൊഡക്ഷൻ എന്നുള്ള വേർഡ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഓർഗാനിസത്തിന് ട്രിപ്റ്റോഫാനിന്ന് ഇൻഡോൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റിനെയാണ് ഇൻഡോൾ പ്രൊഡക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓർഗാനിസത്തിന്റെ കപ്പാസിറ്റിയാണ് ടു പ്രൊഡ്യൂസ് ഇൻഡോൾ, ടു സ്പ്ലിറ്റ് ഇൻഡോൾ ഫ്രം അമിനോ ആസിഡ്. ഓക്കെ, അപ്പോ അതിന്റെ എബിലിറ്റി ഞാൻ പറയുന്ന പേരാണ്. സോ ഹിയർ വി വിൽ culture, pure culture is grown in sterile peptone or tryptophan or peptone growth for 24 to 48 hours before performing test. So after 24 to 48 hours, we will add the indole reagent. അപ്പൊ എന്താണ് ഇൻഡോൾ റിയേജന്റ്? അതിനാണ് കൊവാക് റിയേജന്റ് എന്നുള്ള വേറൊരു പേര് കൂടി. പാരാ ഡൈ അമിനോ മെത്തിലമിനോ ബെൻസാൽഡിഹൈഡ് 10 gram, amyl alcohol 150 ml and concentrated HCl 50 ml. ഇതാണ് ഈ ഇൻഡോൾ റിയേജന്റ് എന്ന് പറയുന്നത്. 5 drops ആണ് ആ ഇൻഡോൾ റിയേജന്റ് നമ്മൾ പ്രീവിയസ്ലി ഗ്രോൺ ചെയ്തിട്ടുള്ള ട്രിപ്റ്റോഫാൻ അല്ലെങ്കിൽ പെപ്റ്റോൺ ഗ്രോത്തിൽ ഗ്രോ ചെയ്തിട്ടുള്ള ബാക്ടീരിയൽ കൾച്ചറിലോട്ട് ഇൻഡോൾ റിയേജന്റ് നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പൊ ഇൻഡോൾ റിയേജന്റ് എന്താണ്? പാരാ ഡൈ മീഥൈൽ അമിനോ ബെൻസാൽഡിഹൈഡ് ആൻഡ് അമൈൽ ആൽക്കഹോൾ ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. അപ്പൊ ഇതാണ് ഇൻഡോൾ റിയേജന്റ് എന്ന് പറയുന്നത്. അതിന്റെ 5 drops ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന കളർ ചേഞ്ച് നോക്കുക. പോസിറ്റീവ് ഇൻഡോൾ ടെസ്റ്റ് വിൽ ഗിവ് റെഡ് ഓർ പിങ്ക് റിംഗ്. എന്തുകൊണ്ടാണ് അങ്ങനെ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ടെസ്റ്റ് ട്യൂബിന്റെ കംപ്ലീറ്റ് കളറാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ സർഫസിൽ
എന്താണ് അതിന്റെ കളർ എന്നുള്ളതിനനുസരിച്ചിട്ടാണ് നമ്മൾ റിസൾട്ട് തീരുമാനിക്കുന്നത്. ഏറ്റവും ടോപ്പിൽ വരുന്ന ആ റിങ്ങിന്റെ കളർ എന്താണ് എന്നുള്ളതിനനുസരിച്ച് പോസിറ്റീവ് വിൽ ഗിവ് പിങ്ക് ഓർ റെഡ് റിംഗ്. ദാറ്റ് ഈസ് ഈക്വലി ഈസ് എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് ഇൻഡോൾ ടെസ്റ്റ്. ഇൻഡോൾ ടെസ്റ്റ് പോസിറ്റീവ് തരുന്ന ഒരു ഓർഗാനിസത്തിനുള്ള എക്സാമ്പിൾ ആണ് ഈക്വലി എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇൻഡോൾ ടെസ്റ്റ് തരുന്നത് അതിന്റെ കളർ യെല്ലോ ടു ഓറഞ്ച് ആയിരിക്കും അതിന്റെ റിംഗ്. എക്സാമ്പിൾ ഈസ് എൻറ്ററോബാക്ടർ. സോ IMVIC ടെസ്റ്റിലെ ആദ്യത്തെ ടെസ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് അതും കൂടി ഇമ്പോർട്ടന്റ് ആണ്. IMVIC ടെസ്റ്റ് ചോദിക്കുന്ന സമയത്ത് നമ്മൾ 4 ടെസ്റ്റുകൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും. അപ്പൊ അതിലെ ഫസ്റ്റത്തെ ടെസ്റ്റ് ആണ് ഇൻഡോൾ പ്രൊഡക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഹിയർ we are determining the ability of microorganism to split indole from amino acid tryptophan. So here first we have to grow the microorganism in a tryptophan containing medium. To this we will add the indole reagent or coac reagent para dimethylaminobenzoaldehyde, amyl alcohol and concentrated HCl. So during addition of this indole reagent, if it is giving pink or red ring, it is positive indole test. Examples are E. coli. If they are giving yellow to orange ring, that is negative indole. Enterobacters are the examples. Okay, so that is the indole production test. Next one is methyl red test. Methyl red test. Again, this is a test for the qualitative test for the acidity produced by bacteria. എത്രത്തോളം acidity produce ചെയ്യുന്നത് എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വാളിറ്റേറ്റീവ് ടെസ്റ്റ് ആണ്. And upon addition of methyl red to isolated inoculum, വളരെ സിമ്പിൾ ആണ്. വേറെ റിയേജന്റുകളൊന്നുമില്ല. methyl red ആഡ് ചെയ്യാന്ന് മാത്രമേ ചെയ്യുന്നുള്ളൂ. methyl red ആഡ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ that will give bright red color. Examples are E. coli. Negative methyl red test will give yellow or orange or green color. Example is Enterobacter aerogenes. Enterobacter aerogenes. So test is very simple. Just add methyl red to an inoculum. Upon addition of methyl red, if it is producing bright red color, that are known as positive test for methyl red test. E. coli are example. And if they are giving yellow, orange or green color, they are negative test. So examples are Enterobacter aerogenes. Next one is Voges-Proskers test. Voges-Proskers test. Usually these are done to differentiate bacillus species and enteric species. Two different kind of bacterial species in a differentiate ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് Voges-Proskers test എന്ന് പറയുന്നത്. And this is performed by adding alpha naphthol and KOH to Voges-Proskers reagents, which has been inoculated with the bacteria. And Voges-Proskers positive bacteria will produce acetyl methyl carbinol or acetone upon addition of Voges-Proskers reagent, which react with the peptone of broth to give red color. So red color is the observation of Voges-Proskers test in case of Voges-Proskers positive bacteria. Enterobacter aerogenes are the examples. And in case of negative, that will be colorless. Colorless എന്ന് പറയുന്ന സമയത്ത് Voges-Proskersന്റെ കളർ എന്താണോ, ആ റിയേജന്റിന്റെ കളർ എന്താണോ, ആ കളർ തന്നെ ആയിരിക്കും അതിന്റെ റിസൾട്ട്. അതിലോട്ട് പിങ്ക് കളർ അല്ലെങ്കിൽ റെഡ് കളർ തരുകയാണെന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ആണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ദ Voges-Proskers ടെസ്റ്റ്. നെക്സ്റ്റ് വൺ ഈസ് Citrate utilization test. So this is a test to identify bacteria which have capacity to utilize the citrate. അപ്പോൾ വേർഡ് തന്നെ നിങ്ങൾക്ക് അതിന് എന്തിനാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. To identify bacteria which utilize citrate as one of the starting product of metabolism. Observed in Simpson citrate media. Here media used is Simpson citrate, which consists of magnesium sulfate, ammonium dihydrogen phosphate, potassium hydrogen phosphate, dehydrated sodium citrate, sodium chloride, agar and bromothymol 2. So as the citrate is utilized for the media by bacteria, the pH of the media will be changed and pH become alkaline and media will change color to green to blue. So green എന്ന് പറയുന്നത് ഈ സിട്രേറ്റ് മീഡിയത്തിന്റെ കളറാണ്. ആ കളർ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ which indicate citrate utilization test is negative. Examples are E. coli. If that green color is changed to blue, they are known as positive citrate utilization test. Example are Klebsiella and Enterobacter. Klebsiella and Enterobacter. ഇത്രയും ടെസ്റ്റുകളെങ്കിലും മിനിമം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതൊരു 10 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ
മിനിമം 5 ടെസ്റ്റ് എങ്കിലും 2 മാർക്ക് എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ട് നമ്മൾ എഴുതണം. അല്ലെങ്കിൽ അതല്ല IMVIC ടെസ്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ പറഞ്ഞ ഇൻഡോൾ പ്രൊഡക്ഷൻ ടെസ്റ്റ്, മീഥൈൽ റെഡ് ടെസ്റ്റ്, ഓഗസ്റ്റ് പ്രോസ്കർ ടെസ്റ്റ്, സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. ഓക്കെ, അതാണ് IMVIC ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ടെസ്റ്റിന്റെ റിസൾട്ട് കമ്പയർ ചെയ്യുന്നതിനാണ് IMVIC ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ഈസ് ഡൺ ഇൻ Simpson citrate media, which is in green color. So if there is any bacteria which have capacity to utilize the citrate, the pH will be changed to more alkaline, so that the color of this Simpson citrate media will change to green to blue. So blue is the positive reaction or positive test. Examples are Klebsiella and Enterobacterus. So this is the citrate utilization test. Green കളറിലായിരിക്കും നെഗറ്റീവ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഏത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു കൺട്രോൾ യൂസ് ചെയ്യും. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ കൾച്ചർ മീഡിയ യൂസ് ചെയ്യുന്നത് അതിലൊന്നും ചെയ്യാതെ വെക്കുക എന്നുള്ളതാണ് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന കൾച്ചർ മീഡിയ അതുപോലെ തന്നെ വെക്കുക, അതിലൊന്നും ആഡ് ചെയ്യുന്നില്ല. നെഗറ്റീവ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഓർഗാനിസം ഇല്ലെങ്കിൽ നമുക്ക് ആ കളറാണ് കിട്ടേണ്ടത്. പോസിറ്റീവ് എന്ന് പറയുന്ന സമയത്ത് അതിൽ ഓർഗാനിസം ഉണ്ടെങ്കിൽ ആ റിയാക്ഷൻ നടന്നിട്ട് അത് ബ്ലൂ കളർ ആവും. അപ്പൊ എപ്പോഴും നമ്മൾ ഏത് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമ്മളൊരു കൺട്രോൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യും. IMVIC ടെസ്റ്റ്, എല്ലാ ടെസ്റ്റിന്റെയും ഫസ്റ്റ് ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് ആ ഷോർട്ട് വേം ഉണ്ടാക്കിയിട്ടുള്ളത്. IMVIC എന്ന് പറയുന്നത് ഇൻഡോൾ പ്രൊഡക്ഷൻ ടെസ്റ്റ്, മീഥൈൽ റെഡ് ടെസ്റ്റ്, ഓഗസ്റ്റ് പ്രോസ്കർ ടെസ്റ്റ്, സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ റിസൾട്ട് നോക്കുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടെസ്റ്റും പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് നോക്കിയിട്ട് ഓവറോൾ ആയിട്ടാണ് നമ്മൾ നോക്കുക. ഫോർ എക്സാമ്പിൾ ഈക്വലി ആണെന്നുണ്ടെങ്കിൽ they will give പോസിറ്റീവ് ഇൻഡോൾ പ്രൊഡക്ഷൻ ടെസ്റ്റ്, പോസിറ്റീവ് മീഥൈൽ റെഡ് ടെസ്റ്റ്, നെഗറ്റീവ് ഓഗസ്റ്റ് പ്രോസ്കർ ടെസ്റ്റ്, നെഗറ്റീവ് സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ്. ഈക്വലി എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രത്യേക IMVI ടെസ്റ്റിൽ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് എന്നുള്ള രീതിയിൽ റിസൾട്ട് തരുന്നതാണ്. ആ ഓർഡറിൽ തന്നെ ഇൻഡോൾ പ്രൊഡക്ഷൻ പോസിറ്റീവ്, മീഥൈൽ റെഡ് പോസിറ്റീവ്, ഓഗസ്റ്റ് പ്രോസ്കർ നെഗറ്റീവ്, സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റ് നെഗറ്റീവ്. Enterobacter and Klebsiella ആണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, മൈനസ് മൈനസ് പോസിറ്റീവ് പോസിറ്റീവ്. അതായത് ആദ്യത്തെ 2 ടെസ്റ്റ് ഇൻഡോൾ പ്രൊഡക്ഷനും മീഥൈൽ റെഡ് ടെസ്റ്റും നെഗറ്റീവ് കിട്ടണം, ഓഗസ്റ്റ് പ്രോസ്കർ ടെസ്റ്റും സിട്രേറ്റ് യൂട്ടിലൈസേഷൻ ടെസ്റ്റും പോസിറ്റീവ് ആയിട്ട് കിട്ടണം. അങ്ങനെ കിട്ടുമ്പോഴാണ് അത് നമുക്ക് അത് Klebsiella അല്ലെങ്കിൽ Enterobacter ബാക്ടീരിയ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. ഈക്വലൈനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഇതേ ടെസ്റ്റിൽ പ്ലസ് പ്ലസ് മൈനസ് മൈനസ് എന്നുള്ള രീതിയിൽ അതേ ഓർഡറിൽ നമുക്ക് ടെസ്റ്റ്. അപ്പൊ ഇതിൽ ചെയ്യേണ്ടത് ഇൻഡിവിജ്വൽ ടെസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് അതിന്റെ റിസൾട്ട് കമ്പയർ ചെയ്യിക്കുന്നതിനാണ് IMVIC ടെസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റ ടെസ്റ്റ് ആയിട്ട് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. ആ 4 ടെസ്റ്റും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം, 4ന്റെയും റിസൾട്ട് നമ്മൾ കമ്പയർ ചെയ്യിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നൈട്രേറ്റ് റിഡക്ഷൻ ടെസ്റ്റ്. സോ പേര് പറയുന്ന പോലെ തന്നെ ടു ഐഡന്റിഫൈ ദ മൈക്രോ ഓർഗാനിസം പ്രൊഡ്യൂസിങ് നൈട്രേറ്റ് റിഡക്ടേസ് എൻസൈം. നൈട്രേറ്റ് റിഡക്ഷൻ നടക്കാൻ വേണ്ട എൻസൈം ഉണ്ടോ ഇല്ലേ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So here bacteria has grown for 5 days in broth containing 1% potassium nitrate, and then test reagent of equal volume of sulfanilic acid, alpha, naphthalene and acetic acid is treated with the bacterial growth. So if it is a red color, that is positive test for nitrate reduction, and if it is giving colorless, that is known as negative test. That is known as negative test. For example, positive test example ആണ് enderic bacteria എന്ന് പറയുന്നത്. So that is nitrate reduction test to identify the microorganism have capacity to produce nitrate reductase enzyme which will carry out the nitrate reduction reaction. So here bacteria is grown in 1% potassium nitrate for 5 days. To this a reagent of equal volume of sulfanilic acid, alpha, naphthalene and acetic acid is added. If it is giving red color, that is known as positive test. Example are Enterobacter. Then negative test will be colorless. So this is an observation for nitrate reduction. Adinte color red ആവുകയാണ് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് ടെസ്റ്റ് ആണ്. Next one is ammonia production test. So as the name indicate, to identify microorganism which have capacity to produce ammonia. വേർഡ് തന്നെ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ സാധാരണ അമോണിയന്റെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ് നെസ്ലേഴ്സ് റിയേജന്റ് എന്ന് പറയുന്നത്. സെയിം റിയേജന്റ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. ഇഫ് ഇറ്റ് ഈസ് ഗിവിംഗ് ബ്രൗൺ കളർ, ദാറ്റ് ഈസ് നോൺ ആസ് പോസിറ്റീവ് റിയാക്ഷൻ, ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ഗിവിംഗ് യെല്ലോ കളർ, ദാറ്റ് ഈസ് നോൺ ആസ് നെഗറ്റീവ് റിയാക്ഷൻ.
So that is the ammonia production test by using Nestlé's reagent. Brown color is the positive test, faint yellow color is the negative test. Next one is urease test. Urease എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ്. യൂറിയനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈം ആണ്. So it is to identify the bacteria which have capacity to release the enzyme urease. Then in Christensen urease media, which consists of gelatin, ketone, sodium chloride, potassium phosphate, monobasic urea, phenol red and agar. And urea produced microorganism will split urea into ammonia and carbon dioxide. So this ammonia produced by the bacteria will convert phenol red to phenol red indicator to violet, red violet color. ആ കളർ ചേഞ്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ യൂറിയാസ് പോസിറ്റീവ് ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിങ്ക് ഓർ റെഡ് കളർ കിട്ടുകയാണെങ്കിൽ അതിനെ പോസിറ്റീവ് ടെസ്റ്റ് എന്ന് പറയും. പ്രോട്ടിയസ് ആൻഡ് ക്ലെബ്സിയൽ ആർ എക്സാമ്പിൾ ഫോർ യൂറിയസ് ടെസ്റ്റ് പോസിറ്റീവ് മൈക്രോ ഓർഗാനിസം. ആൻഡ് യൂറിയസ് നെഗറ്റീവ് ഇക്കോളെ ആൻഡ് സാൽമോണല്ല which will give yellow color. So reagent is Christensen urease media and the capacity of microorganism to produce urease enzyme. ഇപ്പൊ യൂറിയസ് എൻസൈമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യൂറിയനെ അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ എൻസൈമിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് there will be an pH change of phenol red, so that will give the color change to pink or red color. So that is the urease test. അപ്പോൾ റിയേജന്റിന്റെ പേര് ഇമ്പോർട്ടന്റ് ആണ്, കളർ എന്താണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. So that is the urease test. Next one is hydrogen sulfide production test. പേര് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ എന്തിനുള്ള ടെസ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും. ഹൈഡ്രജൻ സൾഫൈഡ് പ്രൊഡക്ഷൻ ടെസ്റ്റ് ടു ഐഡന്റിഫൈ certain bacteria which can reduce the sulfur containing amino acid to H2S. ഹൈഡ്രജൻ സൾഫൈഡ് സൾഫർ കണ്ടെയ്നിങ് അമിനോ ആസിഡിനെ H2S പ്രൊഡ്യൂസ് ചെയ്യാൻ H2S ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സാധാരണ സൾഫറിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലാബിൽ യൂസ് ചെയ്യുന്ന റിയേജന്റ് ആണ് lead acetate എന്ന് പറയുന്നത്. So H2S plus lead acetate will give brown lead sulfide. Lead sulfide ഫോം ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ ബ്രൗൺ കളർ ആയിരിക്കും. നമ്മൾ ഇതിന് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം, അതിൽ ഫിൽട്ടർ പേപ്പർ ഡിപ്പ് ചെയ്തതിനു ശേഷം ആ ഫിൽട്ടർ പേപ്പറിനെ ലെഡ് അസറ്റേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ഇഫ് ഇറ്റ് ഈസ് ഗിവിംഗ് ബ്രൗൺ കളർ, ബ്രൗൺ സ്ട്രിപ്പ് ഓഫ് filter paper which indicate positive test for hydrogen sulfate production. Okay, so അതിനു വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ഹൈഡ്രജൻ സൾഫർ കണ്ടെയ്നിങ് ആയിട്ടുള്ള അമിനോ ആസിഡിനെ ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് റിയേജന്റ് എന്ന് പറയുന്നത് ലെഡ് അസറ്റേറ്റ് ആണ്. ഹൈഡ്രജൻ സൾഫൈഡിന്റെ പ്രൊഡക്ഷനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് ലെഡ് അസറ്റേറ്റ് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. മെത്തിലിൻ ബ്ലൂ എന്ന് പറയുന്നത് ഒരു ഇൻഡിക്കേറ്റർ ആണെന്ന് അറിയാം, ബ്ലൂ കളറുള്ള ഇൻഡിക്കേറ്റർ ആണ്. അപ്പൊ അതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പൊ സാധാരണഗതിയിൽ മിൽക്കിലൊക്കെ ബാക്ടീരിയാസ് ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മെത്തിലിൻ ബ്ലൂ പ്രൊഡക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇങ്ങനെയുള്ള പോസിറ്റീവ് ഓർഗാനിസം ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലൂ കളറിനെ ഡീകളറൈസ് ചെയ്യും. ബ്ലൂ എന്ന് പറയുന്നത് മെത്തിലിൻ ബ്ലൂവിന്റെ കളറാണ്. അതിലോട്ട് നമ്മൾ സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം പോർ ചെയ്യുന്ന സമയത്ത് മെത്തിലിൻ ബ്ലൂവിന്റെ ബ്ലൂ കളർ ഡീകളറൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ് പോസിറ്റീവ് മൈക്രോ ഓർഗാനിസം ഇറ്റ് ഹാവ് എ കപ്പാസിറ്റി ടു റെഡ്യൂസ് ദ മെത്തിലിൻ ബ്ലൂ. അപ്പോൾ അത് കളർലെസ് ആണ് എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവ് കളർ, പോസിറ്റീവ് മൈക്രോ ഓർഗാനിസം ആണ്. അത് കളർ റിമെയിൻ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ് നെഗറ്റീവ്. ഓക്കെ, ദാറ്റ് ഈസ് മെത്തിലിൻ ബ്ലൂ റിഡക്ഷൻ ടെസ്റ്റ്. പേര് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക, എന്നാൽ പിന്നെ ബാക്കിയുള്ളത് നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, next one is catalase production test. Catalase is an enzyme which is responsible for the degradation of peroxides. Peroxides ആയിട്ടുള്ള സാധനത്തിനെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈം ആണ് കാറ്റലൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. സസ്പെൻഷൻ ഓഫ് മൈക്രോ ഓർഗാനിസം എടുക്കുക, അതിലോട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്യുക. ഇഫ് ദർ ഈസ് എഫറവസൻസ് വിച്ച് ഇൻഡിക്കേറ്റ് പോസിറ്റീവ് ടെസ്റ്റ്. എക്സാമ്പിൾസ് ആർ സ്ട്രെപ്റ്റോകോക്കസ് ഓറിയസ്. If there is no effervescence, that is known as negative bacteria. So inoculum plus H2O2 is added. If there is presence of effervescence which indicate positive test, examples are Streptococcus aureus. If there is no effervescence, which is group B Streptococcus.
Okay, that is catalyzed stress. A loop full of H2O2 on individual colonies of nutrient agar. രണ്ട് രീതിയിൽ ചെയ്യാം. സോളിഡ് കൾച്ചർ മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് കാണുന്ന ആ കോളനി നമ്മൾ എടുക്കുക, ഒരു സ്ലൈഡിന്റെ മുകളിൽ ഇടുക, അതിലോട്ട് H2O2 എടുക്കുക, ഡ്രോപ്പ് ചെയ്യിക്കുക. അതല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിൽ എടുത്തതാണെങ്കിൽ ടെസ്റ്റ് ട്യൂബിലോട്ട് H2O2 നേരിട്ട് പോർ ചെയ്യുന്ന സമയത്ത് എഫറവസൻസ്, ആ പതഞ്ഞു പൊങ്ങുന്ന പോലെ ഉള്ള ആ ഒരു ഒബ്സർവേഷൻ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് കാറ്റലൈസ് പ്രൊഡക്ഷൻ ടെസ്റ്റ് പോസിറ്റീവ് ആണ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓക്സിഡേസ് റിയാക്ഷൻ ടെസ്റ്റ്. ഓക്സിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ആണ് വിച്ച് വിൽ റെഡ്യൂസ് ദ ഡൈടെട്രാമീഥൈൽ പാരാഫെനിലിൻ ഡൈഅമീൻ ഡൈഹൈഡ്രോക്ലോറൈഡ്. അപ്പോ ആ ഒരു എൻസൈം ഈ ഒരു ഡൈയുള്ള സ്ട്രിപ്പില് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഇനോക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ബ്ലൂ ഓർ പർപ്പിൾ കളർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ് പോസിറ്റീവ് കളർ, പോസിറ്റീവ് oxidation reaction. If it is colorless, they are known as negative reactions. Okay, so to detect the presence of enzyme oxidase produced by certain bacteria which will reduce a di-tetramethyl paraphenylene diamino dihydrochloride. അപ്പോൾ അതിന്റെ ടെസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ടെസ്റ്റ് എന്ന് പറയും. സ്യൂഡോമോണാസ്, വിബ്രിയോ ആൻഡ് നെസീറിയ ആർ ദ എക്സാമ്പിൾസ്. If it is colorless, they are known as negative bacteria. Salmonella and Shigella are the examples. Salmonella and Shigella are the examples. Next one is egg yolk reaction. Egg yolk എന്ന് പറയുന്നത് നമ്മളെ ചിക്കനൊക്കെ എഗ്ഗിലുള്ള ആ സസ്പെൻഷൻസ്, അതിലുള്ള ലെസിത്തിനേസ് ആൻഡ് ലിപ്പേസ് ആക്ടിവിറ്റി ഉണ്ടോ എന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലെസിത്തിനേസ് ഓർ ലിപ്പേസ് ആക്ടിവിറ്റി ഉണ്ടോന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. യൂഷ്വലി എഗ് യോക്ക് മീഡിയം കണ്ടെയ്നിങ് സസ്പെൻഷൻ ഓഫ് എഗ് ഫോർ പ്രിസംപ്റ്റീവ് ഐഡന്റിഫിക്കേഷൻ ഓഫ് വേരിയസ് ക്ലോസ്ട്രീഡിയം ആൻഡ് ഫ്യൂസോബാക്ടീരിയം ആൻഡ് റിവോട്ടെല്ലെ, ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എഗ് യോക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. Which is allowed for the detection of lecithinase and lipase activity, and degradation of lecithin in egg yolk will result in opaque precipitate around the colony, and organism producing lecithinase will then grow on solid egg yolk media from colonies surrounded by a zone of clearance. Example of Clostridium perfringens. അപ്പോൾ എഗ് യോക്ക് മീഡിയത്തിൽ കൾച്ചർ ചെയ്യുന്ന സമയത്ത് സാധാരണ ഗ്രോത്ത് കാണുമ്പോൾ സർഫസ് കംപ്ലീറ്റ് ആയിട്ടായിരിക്കും ഗ്രോത്ത് കാണുന്നുണ്ടാവുക. ഏത് ഏരിയയിലാണോ ഒരു ഒപ്പാക്ട് ആയിട്ടുള്ള ഒരു സോൺ ഓഫ് ഇൻഹിബിഷൻ, ആ ലെസിത്തിനേസ് ആക്ടിവിറ്റി ഉള്ള സ്ഥലത്ത് ഗ്രോത്ത് കാണൂല. അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് അങ്ങനെയുള്ള കോളനീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എക്സാമ്പിൾ ആ ക്ലോസ്ട്രീഡിയം പെർഫിൻജസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഗ്രോത്ത് ഇൻ പ്രസൻസ് ഓഫ് KCN. പൊട്ടാസ്യം സയനൈഡ് എന്ന് പറഞ്ഞാൽ പോയിസണസ് ആണെന്ന് അറിയാം. അതിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് യൂസ്ഡ് ടു ഐഡന്റിഫൈ പൊട്ടാസ്യം സയനൈഡ് ടോളറന്റ് ബാക്ടീരിയാസ്. സിമ്പിൾ ആണ്. പൊട്ടാസ്യം സയനൈഡ് കണ്ടെയ്നിങ് മീഡിയത്തിൽ ഗ്രോ ചെയ്യിക്കുക. ഇഫ് ദർ ഈസ് എ ഗ്രോത്ത് ഓർ ടർബിഡിറ്റി, എപ്പോഴും ലിക്വിഡ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഗ്രോത്ത് കാണാൻ ടർബിഡ് ആയിട്ടുള്ള നേച്ചർ ആയിട്ട് മാറുക എന്നുള്ളതാണ്. സോളിഡ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ കോളനി ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടർബിഡിറ്റി ഉള്ള രീതിയിലാണ് നമുക്ക് ഗ്രോത്ത് കാണുന്നതെന്നുണ്ടെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ് പോസിറ്റീവ് ടെസ്റ്റ്. ദാറ്റ് മീൻസ് ദ ഓർഗാനിസം ഹാവ് ആൻ കപ്പാസിറ്റി ഓർ ഹാവ് ആൻ റെസിസ്റ്റന്റ് അഗൈൻസ്റ്റ് ദ പൊട്ടാസ്യം സയനൈഡ്. അപ്പോൾ അങ്ങനെയുള്ള ബയോകെമിക്കൽ ടെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് ഗ്രോത്ത് ഇൻ പ്രസൻസ് ഓഫ് KCN എന്ന് പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് triple sugar test. As the name indicates, there will be 3 sugar, glucose, lactose and fructose, and also an iron will be there, that is ferric citrate. ഈ ഒരു മീഡിയത്തിൽ ഗ്രോത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. In addition to the nutrient growth, nutrient agar. Nutrient agarൽ പെപ്റ്റോൺ ഈസ്റ്റ് എക്സ്ട്രാക്ട് അഗാർ ഓൾറെഡി ഉണ്ട്. അതിലോട്ട് നമ്മൾ ട്രിപ്പിൾ ഷുഗർ അയോൺ നമ്മൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. which containing glucose, lactose, sucrose and iron. Okay. അപ്പോൾ ഇതും ഷുഗർ ഫെർമെന്റേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഗ്യാസ് പ്രൊഡക്ഷൻ ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ട്രിപ്പിൾ ഷുഗർ അയൺ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കൾച്ചർ മീഡിയ കൂടാതെ ഇൻ അഡീഷൻ ടു പെപ്റ്റോൺ, ഈസ്റ്റ് എക്സ്ട്രാക്ട് ആൻഡ് അഗാർ, we have to add 3 sugar, that is the glucose, lactose and sucrose, and iron salt which is ferric citrate, and we will use an indicator of phenol red, and we have to maintain a pH of the medium of 7.4 pH.
ഇപ്പൊ ഇത് സാധാരണഗതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത സ്ലാൻഡ് എന്ന് പറയുന്ന സാധനം, അതായത് സ്ലോപ്പിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് എപ്പോഴും എന്താ പറയാ, സ്ലാൻഡ് എന്നാണ് പറയാ. ആ സ്ലാൻഡിന് രണ്ട് പോർഷൻസുകൾ ഉണ്ടാവും. രണ്ട് പോർഷൻ എന്ന് പറയുന്നത് ഏത് ഭാഗം തൊട്ടാണോ അത് സ്ലാൻഡ് ആവുന്നത്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ട് സ്ലാൻഡ് ആണ്, ഇതിന്റെ താഴെയുള്ള ഭാഗത്തിന് ബട്ട് എന്നാണ് പറയാം. അപ്പൊ ഈ ബട്ടിന്റെയും സ്ലാൻഡിന്റെയും കളർ ചേഞ്ച് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ ഏത് ടൈപ്പ് മൈക്രോ ഓർഗാനിസം ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ എ എന്ന് ഉദ്ദേശിക്കുന്നത് ആസിഡ് പ്രൊഡ്യൂസിങ് ബാക്ടീരിയ ആണെന്നുണ്ടെങ്കിൽ അതിന് യെല്ലോ കളർ ആയിരിക്കും കിട്ടുക. അത് കെ ആണെങ്കിൽ, അതായത് ആൽക്കലൈൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗിവ് പിങ്ക് കളർ. അപ്പൊ ഈ രണ്ട് കളർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്, ബട്ടിന്റെ കളർ യെല്ലോയും സ്ലാൻഡിന്റെ കളർ പിങ്കും ആകുമ്പോൾ എന്ത് ടൈപ്പ് ഓർഗാനിസം ആയിരിക്കും എന്നുള്ള രീതിയിലാണ് ഈ ഒരു ടെസ്റ്റിന്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. നോർമലി ഓറഞ്ച് റെഡ് ആയിട്ടായിരിക്കും അതിന്റെ കളർ ഉണ്ടാവുക, അതിന്റെ നോർമൽ കളർ കൺട്രോൾ എന്ന് പറയുന്നത്. ഇനി അതിന്റെ കളർ യെല്ലോ സ്ലാൻഡും യെല്ലോ ബട്ടും ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഇൻഡിക്കേറ്റ് ലാക്ടോസ് ഫെർമെന്റേഴ്സ്. Examples are E. coli, Klebsiella and Klebsiella. If it is pink slant and yellow but non-fermented lactose fermenters, example Salmonella and Shigella. If it is pink slant and no color change in but they are not non-fermenters like protease. If they are producing black color which indicate H2S product, sulfate production എന്നുള്ളത് മനസ്സിലാക്കാം. If gas bubble or crack in the medium, it indicates the gas production. അപ്പൊ നിങ്ങൾ ഒബ്സർവേഷൻ നോക്കുന്ന സമയത്ത് ഇത് എഴുതാൻ സമയം തരാം എന്ന് പറഞ്ഞിട്ട് പോവാം. ഇതുപോലെ സ്ലാൻഡിന്റെയും ബട്ടിന്റെയും കളർ ചേഞ്ച് നോക്കുക എന്നുള്ളതാണ്. യെല്ലോ സ്ലാൻഡ്, അതുപോലെ യെല്ലോ ബട്ട്, ഇതിന്റെ ഇടയ്ക്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്, അപ്പൊ ഇവിടെ ഗ്യാസ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. H2S ഇല്ല. ബ്ലാക്ക് കളർ വരുന്ന സമയത്ത് H2S ഉള്ളതാണ്, ബ്രേക്ക് വന്നിട്ട് അതുകൊണ്ട് ഗ്യാസ് പ്രൊഡ്യൂസിംഗ് ആയിട്ടുള്ള ബാക്ടീരിയാസുകളാണ് എന്നുള്ളത്. യെല്ലോ സ്ലാൻഡ്, യെല്ലോ ബട്ട് ആണ്. ഇങ്ങനെ ഓരോന്നും ഒബ്സർവേഷൻ നോക്കിയിട്ട് നമ്മൾ എന്ത് ടൈപ്പ് മൈക്രോ ഓർഗാനിസം ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ദ ഒബ്സർവേഷൻസ് ഓഫ് ഡിഫറെന്റ് ബാക്ടീരിയാസ്. ഇഫ് ഇറ്റ് ഈസ് ഗിവിംഗ് യെല്ലോ സ്ലാൻഡ് ആൻഡ് യെല്ലോ ബട്ട്, ദാറ്റ് ഈസ് ലാക്ടോസ് ഫെർമെന്റേഴ്സ് ആയിട്ടുള്ള ബാക്ടീരിയാസുകളാണ്. ഈക്വലൈ, ക്ലെബ്സിയെല്ല പോലെയുള്ളതാണ്. ഇഫ് ഇറ്റ് ഈസ് പിങ്ക് സ്ലാൻഡ് ആൻഡ് യെല്ലോ ബട്ട്, നോൺ ലാക്ടോസ് ഫെർമെന്റേഴ്സുകളാണ്. സാൽമോണല്ല ആൻഡ് ഷിഗല്ല ആർ എക്സാമ്പിൾ. പിങ്ക് സ്ലാൻഡ് ആൻഡ് നോ കളർ ചേഞ്ച് ഇൻ ബട്ട്, നോൺ ഫെർമെന്റേഴ്സുകളായിട്ടുള്ള പ്രോട്ടിയേസ് പോലെയുള്ള എൻസൈം ഓർഗാനിസംസുകളാണ്. If it is producing a black color, that indicate H2S production. If there is a gas bubbles or crack in the medium, which indicate the gas production during the fermentation process. So this is all about the biochemical identification test. ഇത് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയൽ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുമ്പോഴും നമുക്ക് എഴുതാം. എസ്എ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കുമ്പോൾ സ്റ്റെയിനിങ് ടെക്നിക്കിന്റെ കൂടെ നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു പോർഷൻ ആണ്. അതല്ലാതെ ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ 5 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ മാർക്കിനനുസരിച്ച് നമ്മൾ മിനിമം ഒരു 4 എണ്ണെങ്കിലും IMVIC ടെസ്റ്റിംഗിലും ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിയേജന്റ് എന്തിനാണ്, എങ്ങനെയാണ് ഒബ്സർവേഷൻ കിട്ടുക, എന്തൊക്കെയാണ് എക്സാമ്പിൾസുകൾ, പോസിറ്റീവിന് എക്സാമ്പിൾസുകൾ എന്താണ്, നെഗറ്റീവിന് എക്സാമ്പിൾസുകൾ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും അതിൽ ആൻസറിൽ ഇൻക്ലൂഡ് ചെയ്യണം. വെറുതെ ഒരു ടെസ്റ്റ് എഴുതി വെച്ചിട്ട് കാര്യമല്ല. പേര് പഠിച്ചു കഴിഞ്ഞാൽ എന്തിനാണെന്നുള്ളത് എഴുതാൻ പറ്റുമെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ഇനി LKG കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും അത് അറിയുന്നുണ്ടാവും ഇന്നതിന് വേണ്ടിയിട്ടാണെന്നുള്ളത്. അതിനെ കൂടാതെ എന്താണ് റിയേജന്റ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അതിന്റെ ഒബ്സർവേഷൻ എന്നുള്ളതും കൂടി എഴുതുമ്പോൾ മാത്രമേ മാർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്. So we were discussing about the different methods of identification. 3 മെത്തേഡ്സുകൾ ഇപ്പോൾ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. മൈക്രോസ്കോപ്പിക് മെത്തേഡ് പറഞ്ഞു, മാക്രോസ്കോപ്പിക് മെത്തേഡ്സുകൾ പറഞ്ഞു, ഫിസിയോളജിക്കൽ ഓർ ബയോകെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സുകൾ പറഞ്ഞു. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മെത്തേഡ്സുകളാണ്. സിറോളജിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന്റിജൻ ആന്റിബോഡി റിയാക്ഷൻസുകൾ നോക്കാം. ലൈക്ക് സ്പെസിഫിക് സെറ ഈസ് യൂസ്ഡ് ഫോർ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബൈ സെറോളജിക്കൽ റിയാക്ഷൻ. അഗ്ലൂട്ടിനേഷൻ, precipitation പോലെയുള്ള റിയാക്ഷൻസുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേതാണ് പാത്തോജനിസിറ്റി ടെസ്റ്റ്. അടുത്ത 5ാമത്തെ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് ആണ് പാത്തോജനിസിറ്റി ടെസ്റ്റ്. ഏത് മൈക്രോ ഓർഗാനിസം കൊടുക്കുമ്പോഴാണ് ഏത് ഡിസീസ് ഉണ്ടാവുന്നത്. അനിമൽസിൽ നമ്മൾ ഇതിനെ ഇനോക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇൻഫെക്ഷൻ നോക്കിയിട്ട് മൈക്രോ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യാം. ആൻഡ് ജെനറ്റിക് മോളിക്കുലാർ അനാലിസിസ്, ജെനറ്റിക് ആൻഡ് മോളിക്കുലാർ അനാലിസിസ്, ജെനറ്റിക്കൽ കോമ്പോസിഷൻ നോക്കിയിട്ട് ക്രോമസോമിന്റെ നമ്പർ അല്ലെങ്കിൽ അഡ്നിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ പ്രൊപ്പോർഷൻ നോക്കിയിട്ട് ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നടത്തിയിട്ട് നമ്മൾ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. So these are the different references from this topic, Prescott and Ananda Narayanan of microbiology textbooks. And these are the questions. Essay on
ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്സ് ഓഫ് ബാക്ടീരിയ. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും സ്റ്റെയിനിങ്ങും എഴുതണം, അതുപോലെ തന്നെ സ്റ്റെയിനിങ് മെത്തേഡ്സും എഴുതണം, സ്റ്റെയിനിങ് മെത്തേഡ്സും എഴുതണം, ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റും എഴുതണം. എൻലിസ്റ്റ് ഡിഫറെന്റ് ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ്, റൈറ്റ് എനി 5 ഇൻ ഡീറ്റെയിൽ, 5 മാർക്കിനൊക്കെ ചോദിക്കാം. ദെൻ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ബയോകെമിക്കൽ ഐഡന്റിഫിക്കേഷൻ ടെസ്റ്റ് 5 മാർക്സിന് ചോദിക്കാം. ഇനി 2 മാർക്കിന് ഇതിലുള്ള ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേരെടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ IMBIC ടെസ്റ്റ് എന്ന് പറഞ്ഞ് ചോദിക്കാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.